കുറേ ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്, ലോങ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഞാനൊരു 4 സ്നാക്സ് കാണിക്കുന്നുണ്ട് പഴം വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റിലത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഈ പഴം നീളത്തിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന് ഞാൻ എടുത്തത് നെയ്യാണ് കേട്ടോ. ഓയിലൊന്നും എടുക്കരുത്, വെളിച്ചെണ്ണ എടുക്കരുത്. ഓയിൽ തന്നെ ഇത് നീളത്തിൽ കട്ട് ചെയ്തൊന്ന് വാട്ടിയെടുത്ത് സൈഡാക്കി വെക്കുക. അതിനുശേഷം ഞാനൊരു ബൗളിൽ 2 ടീസ്പൂണ് മൈദപ്പൊടിയും 1 ടീസ്പൂണോളം പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് ഒന്ന് കുഴച്ച് ഒരു ലിക്വിഡ് ഫോമാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും പിന്നെ കുറച്ച് ഒരു കളറ് ഭംഗിക്ക് വേണ്ടി വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞാനൊരു കളർ കുറച്ച് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ മൈദയൊക്കെ ചേർത്തില്ല, അപ്പോൾ കുറച്ചുകൂടെ തിക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 2 ടീസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സാക്കി നോക്കുക. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി പാനിൽ ചുറ്റിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ പാൻ എടുത്ത് അതിലേക്ക് 1/2 kg ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ മേലെ നേരത്തെ വാട്ടി വെച്ച പഴം ഉണ്ടല്ലോ അത് നിരത്തി വെച്ച് കൊടുക്കും. അപ്പോൾ നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. വൈകുന്നേരം കുട്ടിയൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ, അതുപോലെ പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരു പഴം മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് പഴം ഇവിടെ നിരത്തി വെച്ച് കൊടുക്കാം. ഇത് സെറ്റാകുന്നതിനെക്കാട്ടി മുന്നേ ഇതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ പഴം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് തേങ്ങയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണേ. ഇതിൻ്റെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഞാൻ ഇതൊരു ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും ഇല്ല, ഒരു 3 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാൻ റോളാക്കി എടുക്കുക ചെയ്യാം കേട്ടോ. എങ്ങനെ വേണേൽ സെർവ് ചെയ്യുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് റോളാക്കി എടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫസ്റ്റിലത്തെ റെസിപ്പി ഇതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ടാക്കി എടുക്കുന്നത്. പിന്നെ കളറിൻ്റെ കാര്യം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാനിങ്ങനെ ഒരു ഭംഗി വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായതുകൊണ്ട് ചേർത്തതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. സിമ്പിൾ റെസിപ്പീസാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി നോക്കാം. അതിന് ഞാൻ ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 6 kg ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കിയ ഈ സ്നാക്ക് തേച്ചും 6 kg എടുത്തിട്ടാണ് കേട്ടോ. നെയ്യ് അല്ലെങ്കിൽ ബട്ടറോ ഉപയോഗിക്കാം. അതിലേക്ക് 2 പഴം എടുത്തിട്ടുണ്ട്. അത് ചെറിയതായി 4ആയി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ കായ്പോളൊക്കെ ഉണ്ടാക്കുന്നില്ല, അതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2 പീസ് ബ്രെഡ് എടുത്തിട്ട് ഞാൻ ഈ പാനിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഹാർഡായി വരണം കേട്ടോ. അപ്പോൾ ചെറുതായി പിച്ചി ഇട്ടിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് റോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇത് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ നെയ്യിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, പെട്ടെന്നായി കിട്ടും. അപ്പോൾ അതും ഞാൻ ഈ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഇനി നമുക്കൊരു പാത്രത്തിൽ ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓവർ മധുരം വേണ്ട, അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതിലേക്ക് തന്നെ ഈ ഫ്രൈ ആക്കി വെച്ച പഴവും ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ സാധാരണ നമ്മൾ കായ്പോള ഉണ്ടാക്കുന്ന രീതി തന്നെ, പക്ഷേങ്കിൽ ഇതിലേക്ക് ഈ റോസ്റ്റ് ചെയ്ത ഈ ബ്രെഡും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കണം കേട്ടോ. അധികം പഴുക്കാത്ത ഉന്നക്കായ് പോലത്തെ പഴം നിർത്ത ഗുണം ഉണ്ടാവില്ല ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്.
അപ്പോൾ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പാലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള 2 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടി വേണമെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണേൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സാക്കി നന്നായിട്ട് പഞ്ചസാര മിക്സായ ശേഷം നമ്മൾ നേരത്തെ ഓയിലൊക്കെ പുരട്ടി വെച്ച്, ഓയിലല്ല ബട്ടർ പുരട്ടി വെച്ച് അല്ലെങ്കിൽ നെയ്യോ പുരട്ടി വെച്ച് ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കായ്പോളിയൊക്കെ ചുട്ടെടുക്കുന്നില്ല അതുപോലെ തന്നെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ചൂടനുസരിച്ച് നോക്കുക. പിന്നെ അടിയിലൊരു പാന്, അത് ഉപയോഗശൂന്യമായിട്ടുള്ള പാൻ ഉണ്ടാവില്ലോ വീട്ടിൽ, അത് വെച്ച് കൊടുത്താൽ നമുക്കിത് അടിഭാഗം കരിയാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കി ഒന്ന്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ വെച്ചിട്ട് ചെയ്തെടുക്കൽ, കാരണം നമ്മൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവില്ല, നമുക്ക് കറക്റ്റ് അടിഭാഗമൊക്കെ കറക്റ്റ് പാകമായിട്ട് വരും. അപ്പോൾ ഇതൊന്ന് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണിത്. നിങ്ങളൊന്നതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. സാധാരണ കായ്പോളി ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. പക്ഷേ പഴം നന്നായിട്ടൊന്ന് പഴുത്ത് ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. നന്നായി പഴുക്കാത്ത പഴത്തിൽ ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. അതുമാത്രമല്ല ഹാർഡായി പോവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. അത് ചൂടോടെ ഒന്ന് പറയണ്ടായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ റെസിപ്പി നോക്കാം. നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ വാട്ടിയെടുത്ത പോലെ തന്നെ പഴ നീളത്തിൽ നെയ്യിട്ടിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. എല്ലാത്തിനും ഈ റെസിപ്പിയിൽ ഞാൻ മുഴുവനും നെയ്യ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒറ്റൊരു പഴം മതി കേട്ടോ, കുറേ പഴമൊന്നും വേണ്ട, ഒരു നേന്ത്രപ്പഴം മതി. ഇത് കട്ടായി പോകരുത്, നിലത്തിൽ തന്നെ ഉണ്ടാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ ഒരു സ്പെഷ്യലാണ്. നിങ്ങളിതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ, ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയുടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് മുട്ട. അതിന് ശേഷം നമുക്കിത് ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ, മുട്ടേനെ പഞ്ചസാരയും. ഇനി ഇതിൽ ഏലക്കായ്പ്പൊടി വേണം, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഏലക്കായ്പ്പൊടി ഇട്ടിട്ടില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ പാനിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ, വെറും 2 ടീസ്പൂൺ തേങ്ങയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിഷ്ടമായിട്ട് ഞാൻ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു പഴം ഉണ്ടല്ലോ, ഫ്രൈ ആക്കി വെച്ച, അതിലേക്ക് നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ, ഇതിൻ്റെ സൈഡ് നടുഭാഗത്ത്. എന്നിട്ട് ഇതിനെ നമ്മൾ റോളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ റോളാക്കി ചുറ്റാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ റോളാക്കിയ ശേഷം ഇതിൽ ഫില്ലിങ് നിറച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി കേട്ടോ. നിങ്ങളിതിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. വേണേൽ മുട്ട മാത്രം വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ തേങ്ങയോടെ ഇടുമ്പോൾ ഒന്നുകൂടെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി അങ്ങനെ, അല്ലെങ്കിൽ മുട്ട മാത്രം വെച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കുക. ചുറ്റുമ്പോൾ പുറത്തേക്കൊക്കെ കുറേ പോകും, പക്ഷേ എന്നാലും അതിൽ ചുറ്റിക്കഴിഞ്ഞ ശേഷം ഫില്ലിങ് ആക്കി കൊടുത്താൽ മതി അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ റെസിപ്പി എങ്ങനെ, ഈസി അല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നില്ലേ. മക്കൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു കൗതുകമായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്നാക്കും എല്ലാം മാഷാഅല്ലാഹ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊക്കെ ഒറ്റൊരു നേന്ത്രപ്പഴം കൊണ്ട് വെച്ചിട്ടുണ്ടാക്കിയ റെസിപ്പി കേട്ടോ ഇത്. ഞാൻ ഈ 4 സ്നാക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ, ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് കേട്ടോ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമുക്കിനി നമ്മുടെ 4ാമത്തെ സ്നാക്ക് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ 2 നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പഴുത്തത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് 2 പീസ് ബ്രെഡൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 3 പീസ് വേണേൽ ചേർത്ത് കൊടുക്കുക. ചെറിയ ബ്രെഡാണെങ്കിൽ 3 ചേർത്ത് കൊടുക്കുക, വലുതാണെങ്കിൽ 2 മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് 3 കോഴിമുട്ടയോട് പൊട്ടിച്ചൊഴിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ളൊരു മധുരം ചേർത്ത് കൊടുക്കുക. കൂടുതൽ മധുരമായി പോകരുത്, കൂടുതൽ മധുരമാകുമ്പോൾ കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞാൻ
2 ടീസ്പൂൺ മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരം ഓരോരുത്തരുടെ മധുരം ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു 3 ഏലക്കായും പിന്നെ ഒരു അരക്കപ്പോളം പാലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുക്കട്ടെ. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് നെയ്യ് ചുറ്റിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലൊഴിച്ചിട്ട് പോള പോലെ ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടി കേട്ടോ. ഇതും നല്ല ടേസ്റ്റിയാണ്. നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നല്ല എന്താ പറയണ്ടേ, ഒരു ഇത്രക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോളയായിട്ട് നമുക്ക് കിട്ടുക. വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു ടൈപ്പിലുള്ള ഒരു പോളയായിട്ടാണ്. പോളാന്നോ അല്ലെങ്കിൽ കേക്കെന്ന് എന്ത് വേണമെങ്കിൽ വിളിക്കാം. അത്രയ്ക്ക് സ്മൂത്താണ്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, മധുരം കൂടി പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. തൽക്കാലം